അയ്യന്തോൾ മാർക്കറ്റിനു സമീപം ബൈക്ക് തെന്നിമറിഞ്ഞു വീണ യുവാവ് ബസ് കയറി മരിച്ചു. കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചതാണെന്ന് നാട്ടുകാർ. അപകടത്തെ തുടർന്ന് കോൺഗ്രസ് ബി.ജെ.പി. കൌൺസിലർമാർ റോഡ് ഉപരോധിച്ചു. ലാലൂർ സ്വദേശി 34 വയസ്സുള്ള ആബേൽ ചാക്കോ പോളാണ് മരിച്ചത്. പുഴയ്ക്കൽ ഭാഗത്തേക്ക് ബൈക്കിൽ പോയിരുന്ന ആബേൽ ചാക്കോ റോഡിലെ കുഴിയിൽ വീഴാതിരിക്കാൻ ബൈക്ക് വെട്ടിച്ചപ്പോൾ ഇടതുഭാഗത്തേക്ക് വീഴുകയും തലയിൽ കൂടി ബസ് കയറുകയുമായിരുന്നു. പ്രധാന കാരണം എന്ന് പറയുന്നത് ഈ റോഡുകളുടെ കുഴി തന്നെയാണ്. ആ കുഴി വേണ്ട വിധത്തിൽ ചെറുതായിരിക്കുമ്പോൾ തന്നെ അത് അടയ്ക്കുകയാണെങ്കിൽ ഈ വക പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ കുഴികൾ നേരത്തിന് അടയ്ക്കാതെ, മഴക്കാലത്തിന് മുൻപ് അടയ്ക്കാതെ വീണ്ടും മഴ പെയ്ത് കഴിയുമ്പോൾ മഴേനെ കുറ്റം പറയുന്നൊരവസ്ഥയാണ് ഇന്ന് കണ്ടുവരുന്നത്. ഇതുകൊണ്ടാണ് ഈ കൂടുതലും അപകടങ്ങൾ ഉണ്ടാകുന്നത്. ഈ ചെറിയ കുഴികൾ വരെ വീണ്ടും വലുതായി വരികയും അതിൽ രക്ഷപ്പെടാനായിട്ട് കുട്ടികൾ വണ്ടി തിരിക്കുമ്പോഴും അപകടത്തിൽപ്പെടുന്നു. ഇപ്പോൾ ഇന്നുണ്ടായ അപകടം തന്നെ ഈ കുഴിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഈ ബൈക്ക് ഒന്ന് തിരിച്ചപ്പോൾ പെട്ടെന്ന് വേറെ സ്കൂട്ടറിൽ ഇടിക്കുകയും ആ യാത്രക്കാരൻ ബസിൻ്റെ അടിയിലേക്ക് പോവുകയാണ് ഉണ്ടായത്. ഹെൽമെറ്റ് ധരിച്ചിരുന്നുവെങ്കിലും ഉടൻ അന്ത്യം സംഭവിച്ചു. ഫെഡറൽ ബാങ്ക് ജീവനക്കാരനായ ആബേൽ ഓഫീസിലേക്ക് പോകും വഴിയാണ് അപകടം. കുന്നംകുളത്തേക്ക് പോകുന്ന ആര്യ എന്ന ബസ്സാണ് അപകടത്തിനിടയാക്കിയത്. വണ്ടി പോകുമായിരുന്നു, അവിടെ ഒരു ബൈക്ക് വരുന്നു, ഗട്ടർ ചാടി വേറെ ബൈക്കിൽ മുട്ടി ഇയാൾ തെറിച്ച് വീഴായിരുന്നു. ബാക്കിൽ വരുന്ന കുന്നംകുളം ബസ് കയറി ഇറങ്ങി, ഹെൽമെറ്റ് കൂടെ കയറി ഇറങ്ങി. അങ്ങനെ സംഭവം ഉണ്ടായത്. ആള് ഡോക്ടർ ഒരു ബാക്കിലുണ്ടായിരുന്നു, ബാക്കിൽ ഒരു കാറിൽ ഡേഡി ഡോക്ടർ ഉണ്ടായിരുന്നു. ആൾ ഇറങ്ങി സൈഡാക്കി വന്ന് നോക്കിയപ്പോൾ ആൾ ഫോട്ടോ ഔട്ടായി. ഇനി ഒന്നും പറയാനില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഈ റോഡ് ഭയങ്കര മോശമാണ്. ഈ അയ്യന്തോൾ ബസ് ഒരുപാട് ആക്സിഡൻ്റ് ആയിരുന്നു. ഇപ്പോൾ രണ്ടാമത് ആക്സിഡൻറ്റ് നടക്കും. ഇതിപ്പോൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ റോഡ് പണി എന്താണെന്ന് വെച്ചാൽ ഈ ഇവിടെ ആക്സിഡൻറ്റ് ഒരുപാട് ആക്സിഡൻറ്റ് ഒരുപാട് മരണമുണ്ടാവും. രണ്ടാമത്തെ മരണമാണ് ഇത്. തൃശ്ശൂർ കോർപ്പറേഷൻ്റെ മേയർക്ക് കണ്ണു തുറക്കാൻ ഇപ്പോഴും പറ്റിയിട്ടില്ല. ഇതുപോലുള്ള വലിയ കുഴികളായിട്ടും ഇങ്ങോർക്ക് ഇത് കാണാനും പറ്റുന്നില്ല. ഈ വാർഡിലെ കൗൺസിലർമാർക്ക് ഇത് കണ്ണു തുറക്കാനും പറ്റുന്നില്ല. ഇത്രയും വലിയ കുഴികൾ കണ്ടു കഴിഞ്ഞാൽ ഒറ്റപ്പെട്ട സർവീസ് പോലെ, ഈ ആംബുലൻസ് സർവീസ് പോലെ ഈ റോഡിന് ഈ PWDക്കാർക്കായാലും അതേമാതിരി കോർപ്പറേഷൻ റോഡുകൾക്കായാലും ഒരു മൊബൈൽ യൂണിറ്റ് ഉണ്ടാക്കി ഇതുപോലെ ഒറ്റപ്പെട്ട കുഴികൾ അടച്ച് ജീവൻ രക്ഷപ്പെടുത്തണമെന്നാണ് പറയാനുള്ളത്. അപകടത്തെ തുടർന്ന് നാട്ടുകാർ വാഹനങ്ങൾ തടഞ്ഞ് റോഡ് ഉപരോധിച്ചു. തുടർന്ന് രൂക്ഷമായ പ്രതിഷേധമാണ് കോൺഗ്രസിന്റെയും ബി.ജെ.പിയുടെയും ഭാഗത്തു നിന്നും ഉണ്ടായത്. കോർപ്പറേഷൻ പ്രതിപക്ഷ നേതാവ് രാജൻ ജെ പല്ലന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് കൗൺസിലർമാരും നേതാക്കളും പ്രവർത്തകരും റോഡിലിരുന്ന് പ്രതിഷേധിച്ചു. ആഴ്ചകൾക്കിടെ രണ്ടാമത്തെ ജീവനാണ് റോഡിലെ കുഴിയിൽ പൊലിയുന്നതെന്നും റോഡ് നന്നാക്കാൻ നടപടിയെടുക്കാത്ത മേയർക്കെതിരെ കൊലക്കുറ്റത്തിന് കേസെടുക്കണമെന്നും രാജൻ ജെ പല്ലൻ ആവശ്യപ്പെട്ടു. ആദ്യം നമുക്കറിയാം, ഒരു കുഴിയിൽ വീട് ചീയാരത്തുള്ള വീട്ടമ്മ കുഴിയിൽ നിന്ന് വീണ് മരിക്കുകയുണ്ടായി. ഒരു മാസം മുമ്പ് MG റോഡിൽ കുഴിയിൽ വീണൊരു പയ്യൻ മരിക്കുകയുണ്ടായി. ഇപ്പോൾ വീണ്ടും ഒരു ചെറുപ്പക്കാരന്റെ ജീവൻ എടുത്തിരിക്കുകയാണ് ഇവിടെ പുതൂർക്കരയില്. ഇവിടെ ഗവൺമെന്റ് ഉണ്ടോ? ഇവിടെ കോർപ്പറേഷൻ ഉണ്ടോ? ഇവിടെ ജില്ലാ ഭരണകൂടമുണ്ടോ? കളക്ടറുടെ മൂക്കിന് താഴെയാണ് കുഴി, പോലീസ് ഉദ്യോഗസ്ഥരുടെ മൂക്കിന് താഴെയാണ് കുഴി. എന്ത് നടപടിയാണ് ഇവർ സ്വീകരിക്കുന്നത്? ഒരു നടപടികളും സ്വീകരിക്കുന്നില്ല. ജനങ്ങൾ മരിച്ചു വീഴുന്നു, നിരവധി പേർക്ക് പരിക്ക് പറ്റുന്നു. യാതൊരു നടപടികളും സ്വീകരിക്കാത്ത ഗവൺമെന്റും കോർപ്പറേഷനും ജില്ലാ ഭരണകൂടവും. ബി.ജെ.പി. തൃശൂർ വെസ്റ്റ് മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോന്റെ നേതൃത്വത്തിലാണ് ബി.ജെ.പി. പ്രവർത്തകർ പ്രതിഷേധിച്ചത്. കുണ്ടും കുഴിയും നിറഞ്ഞ റോഡ് നന്നാക്കാത്ത കോർപ്പറേഷന്റെ അനാസ്ഥയിൽ വീണ്ടും ഒരു ജീവൻ കൂടി പൊലിഞ്ഞതിന് മേയറാണ് ഉത്തരവാദി. മേയർക്കെതിരെ കേസെടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ സമരവുമായി ബി.ജെ.പി. മുന്നോട്ടു പോകുമെന്നും രഘുനാഥ് സി മേനോൻ പറഞ്ഞു. തൃശ്ശൂരിലെ ജനതയെ വെല്ലുവിളിച്ചുകൊണ്ടാണ് തൃശ്ശൂർ മേയർ മുന്നോട്ട് പോകാനുള്ള തയ്യാറെങ്കിൽ ബി.ജെ.പി. ഈ സമരത്തിന് ഇന്നൊരു പരിഹാരം കണ്ടെത്തിയിട്ട് മാത്രമാണ് ഇതിൽ നിന്ന് പിന്മാറുള്ളൂ. എന്ന് റോഡ് ടാർ ചെയ്യുമെന്നുള്ള ഒരു വാക്ക് തൃശ്ശൂരിലെ ജനങ്ങൾക്കും ഈ ഭാഗത്തെ ജനങ്ങൾക്കും നൽകാതെ ബി.ജെ.പി. സമരത്തിൽ നിന്ന് പിന്നോട്ട് പോവില്ല എന്നുള്ളതാണ് ബി.ജെ.പിയുടെ പ്രഖ്യാപനം. റോഡ് ഉപരോധിച്ച കോൺഗ്രസ് ബി.ജെ.പി. പ്രവർത്തകരെയും നേതാക്കളെയും ടൗൺ വെസ്റ്റ് പോലീസിന്റെ നേതൃത്വത്തിൽ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുന്നതിനിടയിലും
പ്രവർത്തകർ പോലീസിനെ ശക്തമായി പ്രതിരോധിക്കാൻ ശ്രമിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. ഏതാനും ആഴ്ചകൾക്ക് മുൻപ് തൃശൂർ MG റോഡിലും സമാനമായ അപകടത്തിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. അപകടങ്ങളെ തുടർന്ന് കോർപ്പറേഷനിലെ റോഡുകളുടെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധം വ്യാപകമാവുകയാണ്. കോർപ്പറേഷൻ പരിധിയിൽ ഒരു മാസത്തിനിടെ രണ്ടാമത്തെ ജീവനാണ് റോഡിലെ കുഴിയിൽ പൊലിയുന്നത്. ഓരോ തവണ അപകടമുണ്ടാകുമ്പോഴും പ്രശ്നം പരിഹരിക്കാമെന്ന് പറയുന്നതല്ലാതെ അത് പ്രവൃത്തിപഥത്തിലെത്തിക്കുന്ന ഒരു സമീപനം കോർപ്പറേഷൻ്റെ ഭാഗത്തു നിന്നുണ്ടാകാത്തതിൽ ജനങ്ങൾ വളരെ പ്രക്ഷുബ്ധരാണ്. അയ്യന്തോളിൽ നിന്നും ക്യാമറാമാൻ ആഷിഖ് വേലൂരിനൊപ്പം അഗസ്റ്റിൻ, TCV ന്യൂസ്.